എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഡോൺ വറി. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് CA, ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന ICAI എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം എന്തിന് CA പഠിക്കണം, വൈ CA, അതായത് ഇതിന്റെ ജോലി സാധ്യത എന്തൊക്കെയാണ്, ശമ്പളം എങ്ങനെയാണ്, വിദേശത്തുള്ള സ്കോപ്പ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞ് എങ്ങനെ ഒരു CA ആകാം, അതിനുള്ള 2 വഴികൾ ഏതൊക്കെയാണ്, ഈ കോഴ്സിന്റെ 3 ലെവലുകൾ ഏതൊക്കെയാണ്, പിന്നെ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിക്കും. അവസാനമായി ഇതിന്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്, പാസ് മാർക്ക് എത്രയൊക്കെ വിധമാണ്, തോറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ A to Z കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ അതിയായി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. CA പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ കോമേഴ്സ് അക്കാഡമിയിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 CA അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ടോപ്പേഴ്സ് ആൻഡ് റാങ്ക് ഹോൾഡേഴ്സ് അടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ട്രിപ്പിൾ ഓരോ വർഷവും CA ക്വാളിഫൈ ചെയ്ത് പുറത്തിറങ്ങുന്നത്. ഇനി CA CMA ഇന്ത്യ, ACCA CS, CMA USA തുടങ്ങിയ കോഴ്സുകൾ സ്കോളർഷിപ്പോടെ പഠിക്കണമെങ്കിൽ ട്രിപ്പിൾ CCAT സ്കോളർഷിപ്പുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫുൾ ആകുന്നതിന് മുൻപ് വേഗം തന്നെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുതെന്ന് പ്രത്യേകം പറയുകയാണ്. ഓൾസോ ഈ കോഴ്സുകളെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ട്രിപ്പിൾ കരിയർ കൗൺസിലേഴ്സിനോട് നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഫ്രീ 1-to-1 കരിയർ കൗൺസിലിംഗിന് ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് CA, ആരാണ് ICAI എന്ന് പറഞ്ഞുകൊണ്ടാണ്. സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഡോക്ടർ ആണ് CA എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്ടഡ് ആൻഡ് ചലഞ്ചിങ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണിത്. ഒരു കമ്പനിയുടെ കണക്കുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്ന ഓഡിറ്റിംഗ്, ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന ടാക്സേഷൻ, കമ്പനിയുടെ വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടിംഗ്, കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഈ മേഖലകളിലെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഈ കേട്ടതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലക്സും കുറച്ചുകൂടി വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പ്രത്യേകം ഓർക്കുക. പക്ഷേ ഈ CA എന്ന് പറയുന്ന കോഴ്സ് ഇത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും CA കോഴ്സ് നടത്താൻ പറ്റുമോ? ഇല്ല. അതിനാണ് നമുക്കൊരു ഗവേണിംഗ് ബോഡി ഉള്ളത്. അതിന്റെ പേരാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1949 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം വഴി നിലവിൽ വന്ന ഒരു സ്ഥാപനമാണിത്. ഇന്ത്യയിൽ CA പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് മുഴുവനായും ICAI ആണ്. നമ്മളിതിൽ പഠിക്കേണ്ട സിലബസ്, പരീക്ഷ നടത്തുന്നത്, പാസ് മാർക്ക് തീരുമാനിക്കുന്നത്, അങ്ങനെ CAയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ കൺട്രോളിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് CA എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തിനാണ് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾ CA പഠിക്കുന്നത്, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. CA പാസ്സായ ഒരാൾക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തത് കൺസൾട്ടൻസി, ബിഗ് 4 എന്ന് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഡിലോയ്റ്റ്, PwC, KPMG, EY, ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ അക്കൗണ്ടിംഗ് ഫേമുകളാണ്. ഈ ഫേമുകൾ നിങ്ങൾക്ക് ഉയർന്ന ശമ്പളത്തിൽ കൺസൾട്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. അടുത്തത് കോർപ്പറേറ്റ് സെക്ടർ. ഏത് വലിയ കമ്പനിയിലും, ഉദാഹരണത്തിന് ടാറ്റ, റിലയൻസ്, ഇൻഫോസിസ്, ഇത് എക്സാമ്പിൾസ് മാത്രമാണ്. അങ്ങനെയുള്ള കമ്പനികളിൽ ഫിനാൻസ് മാനേജർ ആയിട്ടോ അതിന്റെ തലപ്പത്തുള്ള CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെയുള്ളത് പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു CA ഫേം തുടങ്ങാം. അങ്ങനെ ബിസിനസ്സുകൾക്കും ആളുകൾക്കും ഓഡിറ്റിംഗ്, ടാക്സ് ഫയലിംഗ് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. കഴിഞ്ഞില്ല, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൽ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ഫിനാൻഷ്യൽ അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ്, ഇങ്ങനെ പല മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ പോകാൻ പറ്റും. കഴിഞ്ഞില്ല, ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിന്റെ പല റോളുകളിലൊക്കെ CAക്കാർക്ക് ഹൈ ഡിമാൻഡ് ആണുള്ളത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഓഡിറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു CAയുടെ സൈനിന്റെ വാല്യൂ വളരെ വലുതാണ്. ആ സിഗ്നേച്ചറിന് അൾട്ടിമേറ്റ് പവർ ആണ്. ഇനി സാലറി ആൻഡ് കോമ്പൻസേഷനിലേക്ക് വരുമ്പോൾ ഇതായിരിക്കും എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? CAയുടെ ശമ്പളം പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഫേം, സിറ്റി, എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിലുണ്ട്. എന്നാലും ഞാനൊരു ആവറേജ് കണക്ക് നിങ്ങളോട് പറയാം. ഒരു CA ഫ്രഷർ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് 7 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ആനുവൽ പാക്കേജ് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, റാങ്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവലിൽ തന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ആ പാക്കേജ് എന്ന് പറയുന്നത് 15 ലക്ഷം മുതൽ 30 ലക്ഷം വരെയൊക്കെ പോകാം. ഇനി എക്സ്പീരിയൻസ് കൂടുന്തോറും ഒരു 5 to 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശമ്പളം 18 ലക്ഷം മുതൽ 40 ലക്ഷം എന്ന റേഞ്ചിലേക്ക് എത്തും. തീർന്നില്ല, ഒരു സീനിയർ ലെവൽ പോസ്റ്റ്, അതായത് ഒരു പാർട്ണർ അല്ലെങ്കിൽ CFO ഒക്കെ ആകുമ്പോൾ അത് 50 ലക്ഷവും 1 കോടിയും ഒക്കെ ആകാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ CA കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ശമ്പളത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒട്ടും എക്സാജറേറ്റഡ് ഫിഗർ അല്ല. കഴിഞ്ഞില്ല, അടുത്തൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ CA ആണല്ലോ, അപ്പോൾ ഈ CA പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമാണ് ജോലി കിട്ടുക അതോ വിദേശത്ത് ജോലി കിട്ടുമോ? അതിനുള്ള ഉത്തരം ഇതാ പിടിച്ചോ. നമ്മുടെ ഈ CA ക്വാളിഫിക്കേഷൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ
ഗവൺമെന്റ് വലിയ റെസ്പെക്ടഡ് ഒരു ക്വാളിഫിക്കേഷൻ ആണ്. MRA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മ്യൂച്വൽ റെക്കഗ്നിഷൻ എഗ്രിമെന്റ്. ICAക്ക് ലോകത്തിലെ പല പ്രമുഖ അക്കൗണ്ടിംഗ് ബോഡീസുമായിട്ട് MRAs ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാനഡയിൽ, UK-യിൽ, ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ക്വാളിഫിക്കേഷൻ, ഉദാഹരണത്തിന് CPA കാനഡ എളുപ്പത്തിൽ നേടാൻ സാധിക്കും. അവിടുത്തെ 1-2 എക്സാം മാത്രം എഴുതിയാൽ മതിയാകും. ഇനിയിപ്പോൾ ഒരു എക്സാം പോലും എക്സ്ട്രാ എഴുതാതെ നമ്മുടെ ഇന്ത്യൻ CA ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ. ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ആയിട്ടുള്ള UAE, അബുദാബി, ഒമാൻ, ഖത്തർ, ഇവിടെ എല്ലാം ഇന്ത്യൻ CAസിന് ഹ്യൂജ് ഡിമാൻഡ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം CA ആകണം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു CA ആകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പ്രധാനമായും 2 വഴികളാണ് അതിനുള്ളത്. ഒന്നാമത്തെ വഴി നിങ്ങളുടെ +2 കഴിഞ്ഞ ഉടനെ വരുന്ന വഴിയാണ്. അതിന് നമ്മൾ ദ ഫൗണ്ടേഷൻ റൂട്ട് എന്ന് പറയും. രണ്ടാമത്തെ വഴി നിങ്ങൾ ഡിഗ്രിയോ PGയോ കഴിഞ്ഞ ശേഷം വരുന്ന വഴിയാണ്. അതിനെ നമ്മൾ ഡയറക്റ്റ് എൻട്രി റൂട്ട് എന്നാണ് പറയാം. ആദ്യം ഈ 2 വഴികളിലേക്കും വരാൻ ആർക്കൊക്കെയാണ് യോഗ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഫൗണ്ടേഷൻ റൂട്ട്, അതായത് +2 കഴിഞ്ഞാണ് നിങ്ങൾ വരുന്നതെങ്കിൽ +2ൽ കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ ഏത് സ്ട്രീം എടുത്താലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, അതായത് BCom കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ MCom, BBA ഇതൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് മിനിമം 55% മാർക്ക് വേണം. അതല്ല നിങ്ങൾ നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ഉദാഹരണത്തിന് BSc, BA, BTech ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് മതി. BA കാർക്കും ഇതുപോലെ തന്നെയാണ്. ഇനി മൂന്നാമതായി നിങ്ങൾക്ക് CA പോലെയുള്ള മറ്റ് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, CMA, CS. അപ്പോൾ ആ കോഴ്സുകളുടെ ഇന്റർമീഡിയറ്റ് ലെവൽ പാസ് ആയവരാണെങ്കിൽ അവർക്കും നേരെ ഡയറക്റ്റ് എൻട്രി വഴി ഇതിന്റെ സെക്കൻഡ് ലെവലിലേക്ക് വരാം. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് എത്ര പ്രായം വരെയും ഈ കോഴ്സിലേക്ക് കടന്നു വരാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ പ്രധാന പാർട്ടിലേക്ക് വരികയാണ്. ഇതിന്റെ ജേണി എങ്ങനെയാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ നിങ്ങൾ ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോകണം, അതെങ്ങനെയൊക്കെയാണെന്ന് ഇനി പറയാം. ശരിക്കും ഈ CA കോഴ്സിൽ ആകെ 3 ലെവലുകളാണ് ഉള്ളത്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, പിന്നെ ഫൈനൽ. ഇതിൽ +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ റൂട്ടിലൂടെ വരുന്ന ഒരു കുട്ടി ഈ 3 ലെവലും പാസ്സാവണം. അതായത് ഫൗണ്ടേഷനിൽ തുടങ്ങി ഇന്റർ, പിന്നെ ഫൈനൽ. എന്നാൽ ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരുടെ ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ആദ്യത്തെ ലെവൽ, അതായത് ഫൗണ്ടേഷൻ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാം. അവർക്ക് നേരെ രണ്ടാമത്തെ ലെവലായി ഇന്റർമീഡിയറ്റിലേക്ക് എൻട്രി കിട്ടും. അപ്പോൾ ഒരു സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ എന്തിനാ വെറുതെ +2 കഴിഞ്ഞ് 3 ലെവലിലൂടെ പോകുന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ആദ്യത്തെ ലെവൽ നമുക്ക് എക്സംപ്റ്റഡ് അല്ലേ എന്നുള്ളത്. പക്ഷേ അവിടെ ചെറിയ പ്രശ്നമുള്ളത്, ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ CAയുടെ ഡ്യൂറേഷൻ കുറച്ചധികം കൂടും. കാരണം +2 കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രിയും കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് നിങ്ങൾ CA ചെയ്യുമ്പോൾ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം മാത്രമേ +2 കഴിഞ്ഞ് ഡിഗ്രി ഇല്ലാതെ നേരിട്ട് CAയിലേക്ക് പോകുമ്പോൾ കിട്ടുന്നുള്ളൂ. അതായത് നേരത്തെ CA ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഡയറക്റ്റ് എൻട്രിക്ക് പോകാതെ ഫൗണ്ടേഷൻ റൂട്ടിലൂടെ തന്നെ നിങ്ങൾ CA ജേണി സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഓൾറെഡി +2 കഴിഞ്ഞു, ആ സമയത്ത് CA എന്നെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തില്ല, ഇപ്പൊ ഞാൻ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് എൻട്രി വഴി പോകാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓരോ ലെവലുകളും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒപ്പം ആർട്ടിക്കിൾഷിപ്പ് എന്താണെന്ന് കൂടി നോക്കാം. ലെവൽ 1 CA ഫൗണ്ടേഷൻ. ഇതാണ് CAയുടെ ബേസ് ലെവൽ അഥവാ എൻട്രി പോയിന്റ്. ഇത് +2 കഴിഞ്ഞ് വരുന്നവർക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിലുള്ള സബ്ജക്റ്റിൽ ഏതൊക്കെയാണ്? 4 പേപ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. CA ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ CAയുടെ നെക്സ്റ്റ് ലെവൽ, അതായത് ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് കടക്കും. ഇവിടെയാണ് നിങ്ങൾ ശരിക്കുള്ള ടെക്നിക്കൽ സബ്ജക്ട്സ് ഒക്കെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നത്. ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്നവരും ഡയറക്റ്റ് എൻട്രി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടെയാണ് ഒന്നിക്കുന്നതെന്ന് പറയാം. ഇന്ററിൽ നമുക്ക് ആകെ 6 പേപ്പറുകളാണ് ഉള്ളത്. ഇത് 3 പേപ്പർ വീതമുള്ള 2 ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് 1-ൽ 3 പേപ്പർ, ഗ്രൂപ്പ് 2-ൽ 3 പേപ്പർ. ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഫൈനൽ ലെവലാണ്. പക്ഷേ ഇതിനിടയിൽ ചെറിയൊരു സംഭവം ഉണ്ട്, അതിന്റെ പേരാണ് ആർട്ടിക്കിൾഷിപ്പ്. ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണമെങ്കിൽ ഇന്റർമീഡിയറ്റിലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 2 ഗ്രൂപ്പ് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. അപ്പൊ എന്താണ് ഈ ആർട്ടിക്കിൾഷിപ്പ്? സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 ഇയർ മാൻഡേറ്ററി പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. നിങ്ങളൊരു പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ചെറിയ സാലറി കിട്ടും, നിങ്ങൾ ജോലി ചെയ്ത് അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതുവരെ പുസ്തകത്തിൽ പഠിച്ച ഓഡിറ്റിംഗ്, ടാക്സേഷൻ, അക്കൗണ്ടിങ് ഇതെല്ലാം ശരിക്കും റിയൽ വേൾഡിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിക്കുന്നത് ഈ 2 വർഷം കൊണ്ടാണ്. പിന്നെ CA ഫൈനൽ, ഇതാണ് ലാസ്റ്റ് കടമ്പ എന്ന് പറയാം. എലിജിബിലിറ്റി നിങ്ങളുടെ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പും അത് കഴിഞ്ഞ് ഒരു 6 മാസത്തെ മാൻഡേറ്ററി സ്റ്റഡി പീരീഡും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ CA ഫൈനൽ എക്സാം എഴുതാം. ഈ ഫൈനൽ ലെവൽ എക്സാം എഴുതുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് 4 ഓൺലൈൻ സെൽഫ് ബേസ്ഡ് മൊഡ്യൂൾസ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് വിശദമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കണം എന്നില്ല, വഴിയെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ പറയാം. ഇനി ഫൈനലിലും നിങ്ങൾക്ക് 6 പേപ്പറുകളാണ് ഉള്ളത്. അതായത് 3 പേപ്പർ വീതമുള്ള 2 ഗ്രൂപ്പ്. ഗ്രൂപ്പ് 1-ൽ 3 പേപ്പർ, ഗ്രൂപ്പ് 2-ൽ 3 പേപ്പർ. ഡീറ്റെയിൽഡ് സിലബസ്, സബ്ജക്ട്സ്, പേപ്പേഴ്സ് ഇതെല്ലാം ഞാൻ വിശദമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി IIIയുടെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് ടീം ഉണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുന്ന വെൽ റിസർച്ച് സ്റ്റഡി മെറ്റീരിയൽസ്, റെഗുലർ മോക്ക് എക്സാംസ്, പീരിയോഡിക് റിവിഷൻസ്, മെന്റർഷിപ്പ് എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ പഠിക്കാൻ റെഡിയായാൽ മാത്രം മതി. ഈ CA ഫൈനലിന്റെ 2 ഗ്രൂപ്പും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ICAIയിൽ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാം ആൻഡ് ഒഫീഷ്യലി നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മാറാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായി. ഇനി പരീക്ഷകൾ
എപ്പോഴൊക്കെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ICAIയുടെ ന്യൂ സ്കീം അനുസരിച്ച് ഫൗണ്ടേഷൻ എക്സാമും ഇന്റർമീഡിയറ്റ് എക്സാമും ഇപ്പോൾ വർഷത്തിൽ 3 തവണ നടക്കുന്നുണ്ട്. സാധാരണയായി മെയ് അല്ലെങ്കിൽ ജൂൺ, പിന്നെ സെപ്റ്റംബർ, പിന്നെ ജനുവരി മാസങ്ങളിലാണ് നടക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ CA ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ റൂൾ ഇതാണ്: നിങ്ങൾ എപ്പോഴാണോ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കുറഞ്ഞത് 4 മാസം മുൻപെങ്കിലും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ജൂണിലെ എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി 1 മുൻപെങ്കിലും ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യണം. പിന്നീടുള്ളത് നിങ്ങളുടെ സ്റ്റഡി പീരിയഡ് ആണ്, വിൻഡോ പീരിയഡ് ആണ്. ഓക്കെ, സെപ്റ്റംബറിലെ പരീക്ഷ എഴുതണമെങ്കിൽ മെയ് 1 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഇനി CA ഇന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ പാസ്സായവർക്കും ഡയറക്ട് എൻട്രിക്കാർക്കും സ്റ്റഡി പീരിയഡ് എന്ന് പറയുന്നത് 8 മാസമാണ്. അതായത് പരീക്ഷ എഴുതുന്നതിന് കുറഞ്ഞത് 8 മാസം മുൻപെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾ അടുത്ത മെയ് മാസത്തിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ വർഷം സെപ്റ്റംബർ 1 മുൻപ് രജിസ്റ്റർ ചെയ്തിരിക്കണം. സെപ്റ്റംബറിൽ എഴുതണമെങ്കിൽ അതേ വർഷം ജനുവരി 1 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ കോഴ്സ് തീർക്കാൻ ശരിക്കും എത്ര സമയമെടുക്കുന്നു. നിങ്ങൾ CAയുടെ എല്ലാ എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുകയാണെങ്കിൽ എത്രയായിരിക്കും ഡ്യൂറേഷൻ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ വഴി വരികയാണെങ്കിൽ ഏകദേശം 42 മുതൽ 48 മാസം വരെ, അതായത് ഒരു 4-4.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് CA പാസ് ആവാൻ സാധിക്കും. ഇനി ഡയറക്ട് എൻട്രി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ ലാഭിക്കാൻ പറ്റും. ഏകദേശം 36 മുതൽ 42 മാസമാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡ്യൂറേഷൻ. അതായത് ഒരു 3-3.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് എക്സാംസിനെ കുറിച്ച് സംസാരിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്, എന്തായാലും നിങ്ങൾ കേട്ടിരിക്കുക. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ ഈ 3 ലെവലുകളിലും ഇപ്പോഴും ഓഫ്ലൈൻ പെൻ ആൻഡ് പേപ്പർ എക്സാം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷൻ ലെവലിലേക്ക് വരുമ്പോൾ പേപ്പർ 1 and 2, അതായത് അക്കൗണ്ടിംഗ് ആൻഡ് ലോ എഴുത്ത് പരീക്ഷകളാണ്. പക്ഷേ പേപ്പർ 3 and 4 മാത്സ്, എക്കണോമിക്സ്, OMR ഷീറ്റിൽ ബബിൾ ചെയ്യുന്ന MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനലിലേക്ക് വരുമ്പോൾ എല്ലാ പേപ്പറുകളിലും 30% കേസ് സ്റ്റഡി ബേസ്ഡ് MCQസും 70% എഴുത്ത് പരീക്ഷ, അതായത് ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു സാധനം ഉണ്ട്, പാസിംഗ് ക്രൈറ്റീരിയ. അതായത് എങ്ങനെയാണ് ഇതിൽ പാസ്സാവുക, ടോട്ടൽ എന്ത് സംഭവിക്കും, അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. CAയുടെ ഈ 3 ലെവലുകളിൽ ഏതെന്ന് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് പെർ പേപ്പർ മിനിമം എന്ന് നമുക്ക് പറയാം. ഓരോ പേപ്പറും നിങ്ങൾക്ക് മിനിമം 40% മാർക്ക് കിട്ടിയിരിക്കണം. അഗ്രിഗേറ്റ് മിനിമം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ആ ഗ്രൂപ്പിലെ എല്ലാ പേപ്പറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് 50% മാർക്ക്, അതായത് അഗ്രിഗേറ്റ് എന്ന് പറയും, അത്രയും കിട്ടിയിരിക്കണം. ഇതിൽ ഏത് ലെവൽ എടുത്താലും ഓരോ പേപ്പറിനും 100ലാണ് ടോട്ടൽ മാർക്ക്. അപ്പോൾ പെർ പേപ്പർ മിനിമം 100ൽ 40% വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 100ൽ 40 മാർക്കെങ്കിലും വേണം എന്നുള്ളതാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. CAയുടെ എക്സാംസ് ചലഞ്ചിങ് ആണ്, ടഫ് ആണെന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. CA ഇന്റർമീഡിയറ്റിലെ ഒരു ഗ്രൂപ്പിൽ 3 പേപ്പേഴ്സ് വീതമാണ് ഉള്ളത്. ഓരോ പേപ്പറിന്റെയും മാക്സിമം മാർക്ക് 100 ആണ്. സോ ടോട്ടൽ 300 മാർക്ക്. നമുക്ക് എക്സാമ്പിൾ 1 എടുക്കാം. നിങ്ങൾക്ക് 3 പേപ്പറിനും 45, 45, 45 എന്നീ മാർക്കുകൾ വീതം കിട്ടിയെന്ന് കരുതുക. സോ പെർ പേപ്പർ മിനിമം എന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആയി. അതായത് നിങ്ങൾക്ക് ഓരോ പേപ്പറിനും 100ൽ 40 മുകളിലുണ്ട്, അതായത് 40% മുകളിലുണ്ട്. ബട്ട് അഗ്രിഗേറ്റ് മിനിമം എന്ന കണ്ടീഷനോ? ടോട്ടൽ നോക്കുമ്പോൾ 45 + 45 + 45 ഇത് 135 ആകുന്നുള്ളൂ. 300ന്റെ 50% ആയ 150ക്ക് താഴെയാണിത്. അതായത് അഗ്രിഗേറ്റ് മിനിമം എന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പ് മുഴുവൻ അൺസക്സസ്ഫുൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആ ഗ്രൂപ്പ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് എക്സാമ്പിൾ 2 എടുക്കാം. നിങ്ങൾക്ക് 3 പേപ്പറിനും 59, 59, 39 എന്നീ മാർക്കുകൾ വീതമാണ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ ടോട്ടൽ 157 മാർക്കാണ് കിട്ടിയത്. അത് 150ന് മുകളിലാണ്. ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് മിനിമം എന്ന കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്തു. അതായത് 300ന്റെ 50% ആയ 150 മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ബട്ട് വാട്ട് അബൌട്ട് പെർ പേപ്പർ മിനിമം? ഒരു പേപ്പറിന് 39 മാർക്ക് കിട്ടിയുള്ളൂ. ഇത് 40ൽ കുറവാണ്, അതായത് 40% കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പേപ്പർ ക്വാളിഫൈ ആയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് 40ൽ കൂടുതൽ മാർക്ക് കിട്ടിയ പേപ്പറുകൾ അടക്കമുള്ള ആ ഗ്രൂപ്പ് മുഴുവൻ നിങ്ങൾ ക്വാളിഫൈ ആയില്ല എന്ന് തന്നെയാണ് കണക്കാക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പ് തന്നെ മുഴുവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു പേപ്പറിൽ 60 മാർക്കോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പേപ്പർ മാത്രം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതേണ്ടി വരില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ CA ജേർണി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുമായി ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയും ഞങ്ങളുടെ അധ്യാപകരും അക്കാഡമിക് ടീമും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയുടെ ഏറ്റവും മികച്ച റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന വിദ്യാർത്ഥികൾ ഒരാളായിട്ട് നിങ്ങളെയും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വെൽക്കം ടു ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.